Here we go to the movie Hotel Transylvania 2. Let's start. സിനിമയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ തന്നെ നമ്മുടെ ഡ്രാക്കോന്റെ ഹോട്ടൽ കാണുന്നു. വെളിയിൽ നിന്ന് നോക്കുമ്പോഴും കാര്യങ്ങൾ ഇച്ചിരി പേടിപ്പെടുത്തുന്നതാണെങ്കിലും അകത്തൊരു വമ്പൻ ആഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഫിലിം അവസാനിച്ചത് എങ്ങനെയാണെന്ന് കൂട്ടുകാർ ഓർക്കുന്നുണ്ടോ? നമ്മുടെ മേവിസിന്റെയും ജോണിയുടെയും കല്യാണം കാണിച്ചുകൊണ്ട്. ആ കല്യാണത്തില് നമ്മൾ പങ്കെടുത്തില്ലല്ലോ. ഇപ്പോ നമ്മൾ അവരുടെ കല്യാണത്തില് പങ്കെടുക്കാൻ പോകുവാണ്. അതായത് ആ വെഡിങ് സെറിമണിയാണ് നമ്മൾ ഫസ്റ്റ് സീനിൽ തന്നെ കാണുന്നത്. കുഞ്ഞായിരിക്കുന്ന നമ്മുടെ മേവിസ് വളർന്നു വലുതാവുന്നതായിട്ടും അച്ഛനായ ഡ്രാക്കു അവളെ നമ്മുടെ ജൊനാഥന്റെ കൈ പിടിച്ച് ഏൽപ്പിക്കുന്നതായിട്ടും ഒരു സീൻ കാണുന്നു. അവരുടെ കല്യാണം കഴിഞ്ഞ് കേക്കൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ എല്ലാവരും ആഘോഷിക്കുമ്പോൾ മനുഷ്യര് കയറാൻ പാടില്ലാത്ത നമ്മുടെ ഡ്രാക്കുവിന്റെ ഹോട്ടലിലോട്ട് ഇപ്പൊ പുള്ളി തന്നെ മനുഷ്യരെ വിളിച്ചിരിക്കുന്നതായിട്ടും കാണാം. അതായത് ഇത് ഹ്യൂമൻ ഫ്രണ്ട്ലി കൂടിയായിട്ടുള്ള ഹോട്ടലാക്കി നമ്മുടെ ഡ്രാക്കു മാറ്റിയിരിക്കുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ മേവിസിന്റെ ഈ ഒരു സ്പെഷ്യൽ ഡേ അത്രയ്ക്ക് അടിപൊളിയായിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കല്യാണമെല്ലാം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞിരിക്കുന്നു. ജൊനാഥനും മേവിസും ഡ്രാക്കുവിനെ കാണാൻ വരികയാണ്. എന്നിട്ട് മേവിസ് ഡ്രാക്കുവിന്റെ കൂടെ നമുക്കൊന്ന് പറന്നിട്ട് വരാമെന്ന് പറയുവാണ്. പതിവില്ലാതെ ഇപ്പൊ മോളെന്താ തന്നോടൊപ്പം പറക്കാനായിട്ട് എന്നോർത്ത ഡ്രാക്കു അവളെ മേഘങ്ങൾക്കിടയിലേക്ക് കൊണ്ടുപോയി. ഇത് നോക്കിയ മോളെ, നിനക്ക് എന്നെ തോൽപ്പിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാണ്. അച്ഛാ, ഞാൻ അല്പം ക്ഷീണത്തിലാ എന്ന് പറഞ്ഞ മേവിസ് അവളുടെ കുഞ്ഞു വയറ് ഡ്രാക്കുവിന് കാണിച്ചു കൊടുത്തു. ഡ്രാക്കു ഭയങ്കരമായിട്ട് സന്തോഷത്തോടെ ഞാനൊരു അപ്പൂപ്പനാവാൻ പോവാണോ എന്ന് ചോദിക്കാണ്. പിന്നീട് അങ്ങോട്ട് നമ്മുടെ മേവിസ് പ്രസവിക്കുന്നത് വരെയുള്ള ദിവസം വരെ നമ്മുടെ ഡ്രാക്കു മേവിസിനെ നോക്കിയതിന് കയ്യും കണക്കും ഉണ്ടായിരുന്നില്ല. അവൾക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങിക്കൊടുത്തും അവളുടെ ഹെൽത്ത് അത്രമേൽ പരിചരിച്ചിട്ടും. അങ്ങനെ ലബോറട്ടറി റൂമിൽ പോയിട്ട് നമ്മുടെ ഡ്രാക്കു കുഞ്ഞിനെ ആദ്യം കാണാൻ ഇപ്പോൾ ഒരു നേഴ്സിന്റെ വേഷം കെട്ടി നിൽക്കുകയാണ്. ഒരു ആൺകുഞ്ഞായിരുന്നു ജനിച്ചത്. ജനിച്ച അപ്പം തന്നെ ഡ്രാക്കു അവന് ഡെന്നിസോവിച്ച് എന്ന പേരും വെക്കുന്നുണ്ട്. കാരണം അവൻ നമ്മുടെ ഡ്രാക്കുവിനെ പോലെ ഒരു മോൺസ്റ്റർ ആയിരിക്കണം എന്നുള്ളത് കൊണ്ട്. അങ്ങനെ നമ്മുടെ ഡെന്നിസിന്റെ ആദ്യ ബർത്ത്ഡേക്ക് എല്ലാവരും വരുന്നുണ്ട്. അതായത് നമ്മുടെ ജോണിയുടെ പാരൻസ്, അവര് ഹ്യൂമൻസ് ആണല്ലോ, അവരും വരുന്നുണ്ട്. എല്ലാവരും ഒത്തൊരുമിച്ച് നമ്മുടെ ഹോട്ടൽ ട്രാൻസിൽവാനിയയിൽ നല്ല അടിപൊളിയായിട്ട് ഡെന്നിസിന്റെ ബർത്ത്ഡേ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മേവിസ് ആണ് കുറച്ചധികം ഇപ്പൊ നമ്മുടെ ഡെന്നിസിന്റെ കാര്യത്തില് കെയറിങ് കാണിക്കുന്നത്. അവൾക്ക് കുഞ്ഞിനെ മനുഷ്യരുടെ പോലെ വളർത്തണം എന്നായിരുന്നു ആഗ്രഹം. അതുകൊണ്ട് തന്നെ മോൺസ്റ്റേഴ്സിൽ നിന്ന് അവനെ കുറച്ചധികം അവള് അവിടെ നിന്ന് മാറ്റി നിർത്തിയിട്ട് വളർത്താറുണ്ടായിരുന്നു. നമ്മുടെ ജോണി ഡ്രാക്കുവിന്റെ ഹോട്ടൽ ഒന്നുകൂടി ഉയരാൻ വേണ്ടി ഇവിടെ മനുഷ്യന്മാരെ കൂടെ ഇതാക്കുകയും അതുപോലെ അവർക്ക് വേണ്ട ഫുഡൊക്കെ സെറ്റാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവർക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കാനൊക്കെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഡ്രാക്കുവിനെ എത്ര തന്നെ ശ്രമിച്ചിട്ടും മൊബൈൽ ഫോൺ ഉപയോഗിക്കാനായിട്ട് അറിയത്തില്ല. ജോണി വീണ്ടും കാണിച്ചു കൊടുക്കാണ്, ദേ ഇവിടെ പിടിച്ച് ഇങ്ങനെ അമർത്തണം, അവിടെ ഇന്നത് ചെയ്യണം, അങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് ഫോൺ നല്ല വൃത്തിയായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ പല കാര്യങ്ങൾക്കും ഈ മൊബൈൽ യൂസ്ഫുൾ ആണെന്നൊക്കെ പറയുമെങ്കിലും ഡ്രാക്കുവിന് അതൊന്നും തലയിലോട്ട് കയറത്തില്ല. എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ഡെന്നിസിനെ വിളിച്ചുണർത്തുന്ന നമ്മുടെ ഡ്രാക്കു പറയും, നമ്മൾ മോൺസ്റ്റേഴ്സ് ഈ സമയത്താ എണീക്കേണ്ടേ എന്ന്. എന്നിട്ട് നമ്മുടെ ഡെന്നിസിനെ കൊണ്ട് ഓരോരോ മോൺസ്റ്റേഴ്സ് ആക്ടിവിറ്റി ചെയ്യിപ്പിക്കും. കാരണം അവന് കൊമ്പമ്പല്ലൊന്നും ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ അത് വരാൻ വേണ്ടിയിട്ട് തന്നെ. ഇത് കാണുന്ന മേവിസാച്ച എന്ത് പണിയാ കാണിക്കുന്നത്? കൊച്ചിനെ കഷ്ടപ്പെട്ട ഉറക്കിയിട്ടുണ്ടായിരുന്നു, ഇപ്പോ അവനെ നിങ്ങളെ വിളിച്ചെണീപ്പിച്ചോ എന്ന് ചോദിച്ച് അവൻ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പിങ്കി പോയിന്റെ കാർട്ടൂൺ ഇട്ട് കൊടുക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ മനുഷ്യർ ചെയ്യുന്ന പരിപാടിയല്ലേ, എന്റെ കൊച്ചുമോ മനുഷ്യനല്ല മോൺസ്റ്ററാ എന്ന് മനസ്സിൽ പറഞ്ഞ് നമ്മുടെ ഡ്രാക്കു മേവിസിനോട് അത് കാണിക്കാതെ ചിരിച്ചോണ്ട് ശരിയാ കുഞ്ഞുറങ്ങട്ടെ എന്നൊക്കെ പറയുന്നു. പക്ഷെ പുള്ളിക്ക് ആകെ ടെൻഷനാണ്. തന്റെ തലമുറ നിലനിർത്തേണ്ട ആളാണ് ഈ ഡെന്നീസ്. അപ്പോൾ അവനെ ഇങ്ങനെ മോൺസ്റ്റർ ആക്കാതെ ഇരുന്ന പണിയാവും. അങ്ങനെ കാലം കഴിഞ്ഞ് നമ്മുടെ ഡെന്നിസിന്റെ 5ാമത്തെ പിറന്നാൾ ഫംഗ്ഷനാണ്. ഈ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞാല് നമ്മുടെ ജൊനാഥന്റെ വീട്ടിലോട്ട് ഡെന്നീസുമായിട്ട് താമസം മാറണം എന്നുള്ള കാര്യം മേവിസ് സംസാരിക്കുന്നുണ്ടായിരുന്നു. അവിടെ അവൻ കുറെ കൂടെ സേഫ് ആണ് എന്നതുകൊണ്ട്. ഈ 5ാം പിറന്നാളിന്റെ സമയത്ത് ഡ്രാക്കുവിന്റെ ഫ്രണ്ടായിട്ടുള്ള വെയിൻ എന്ന നമ്മുടെ വെയർവോൾഫിന്റെ മകളായ വിന്നിയുമായിട്ട് നമ്മുടെ ഡെന്നീസ് നല്ല കമ്പനിയായി. പക്ഷെ അവളൊരു വെയർവോൾഫാണ്. നമ്മുടെ ഡെന്നീസ് അത്ര സേഫ് അല്ല എന്നോർത്ത് മേവിസ് അവരുടെ ഫ്രണ്ട്ഷിപ്പ് അത്രയ്ക്ക് അങ്ങ് വെച്ച് പൊറിപ്പിക്കുന്നില്ല. നമ്മുടെ ഡ്രാക്കു ഫുൾ ഈ ചിന്തയിലായിരുന്നു, എങ്ങനെയാണ് മോൾക്ക് ഡെന്നീസ് ഒരു മോൺസ്റ്റർ ആണെന്നുള്ളത് തെളിയിച്ചു കൊടുക്കാൻ പറ്റുക എന്നൊക്കെ ഓർത്തിട്ട്. അങ്ങനെ പുള്ളി കുളിക്കാൻ പോകുമ്പോൾ ഫ്രാങ്ക് പുള്ളിയുടെ റൂമിലോട്ട് വരും. പുള്ളിക്ക് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഡ്രാക്കിന്റെ ഈ കുപ്പായം എടുത്തിടണം എന്നുള്ളത്. അങ്ങനെ ആ കുപ്പായൊക്കെ ഇങ്ങനെ എടുത്തിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ ഡ്രാക്കു തിരികെ വരികയാണ്. അപ്പോൾ അവനൊരു ഐഡിയ വരും, ഒരു സമ്മർ ക്യാമ്പിനെ പറ്റിയിട്ട്.
അങ്ങനെ നമ്മുടെ ഡ്രാക്കോ എന്തോ ചെയ്യും, മേവിസിനെ തൽക്കാലത്തേക്ക് ഈ വീട്ടിൽ നിന്നൊന്ന് അകറ്റാൻ വേണ്ടി ജോണിയോട് സഹായം ചോദിക്കുകയാണ്. നീ മേവിസുമായിട്ട് നിന്റെ നാട്ടിലോട്ടൊന്ന് പോയിട്ട് വാ, നീ തിരികെ വരുമ്പോഴേക്ക് ഡെന്നീസിനെ ഞാൻ മോൺസ്റ്റർ ആക്കി മാറ്റിക്കോളാം എന്ന്. ഡെന്നീസിനും ജോണിക്കും എല്ലാവർക്കും അവനൊരു മോൺസ്റ്റർ ആവണമെന്ന് തന്നെയാണ്. മേവിസിനാണ് ഇത് ഒട്ടും ഇഷ്ടമല്ലാത്ത. അങ്ങനെ അപ്പൂപ്പന്റെ കയ്യിൽ നമ്മുടെ ഡെന്നീസിനെ നോക്കാൻ ഏൽപ്പിച്ച് നമ്മുടെ മേവീസ് കാലിഫോർണിയയിലുള്ള ജൊണാഥന്റെ വീട് വരെ ഒരു കുഞ്ഞു ട്രിപ്പ് പോവാണ്. അവർ പോയതിന്റെ തൊട്ടു പിറകെ ആയിട്ട് നമ്മുടെ ഡ്രാക്കോ ഒരു വണ്ടി ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. ഡ്രാക്കോവും ഡെന്നീസും പിന്നെ ഡ്രാക്കോയുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ഫ്രാങ്കി, വെയിൻ, മുറേ എന്ന ആ മമ്മി, പിന്നെ ജെല്ലി, ഇൻവിസിബിൾ മാൻ, ഇവരെല്ലാവരും കൂടിയിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരു സമ്മർ ക്യാമ്പ് പോലുള്ള സ്ഥലത്തോട്ട് പോകണമെന്നും അവിടെ പോയി കഴിഞ്ഞാൽ സ്വന്തം കഴിവുകൾ ഡെന്നീസിൽ പ്രകടമായി തുടങ്ങുമെന്നൊക്കെ നമ്മുടെ ഡ്രാക്കോ പറയുമ്പോൾ എല്ലാവരും ആഹാ, തിരികെ വരുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഒരു മോൺസ്റ്റർ കൂടി ഉണ്ടാകുമെന്ന് പറയുന്നു. സന്തോഷത്തോടെ ഡ്രാക്കോ അവന് ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ട് കേൾക്കുമ്പോൾ എല്ലാവരും ഈ വൃത്തിയായിട്ട പാട്ട് മാറ്റടാ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ മേവിസും ജൊണാഥനും കൂടെ ഇപ്പോൾ കാലിഫോർണിയയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവള് ടെന്നീസിനെ വീഡിയോ കോൾ ചെയ്യാൻ നോക്കുമ്പോൾ നമ്മുടെ ജോണി പറഞ്ഞു അത് വേണ്ട, അവിടെ ഇപ്പോൾ രാത്രി ആയിരിക്കുമെന്ന്. ഇന്ന് ഇവരാണെങ്കിലോ ആ വണ്ടിയിലെ ഷടപടേ ഇപ്പോൾ കാട്ടിലൂടെ പൊക്കോണ്ടിരിക്കുകയാണ്. ഡ്രാക്കോ പോകുന്ന വഴിക്ക് മോനെ, ഇവിടെ അടുത്ത് മനുഷ്യർ വരുന്നൊരു പാർക്കുണ്ട്, നീ അവിടെയുള്ളവരെ പേടിപ്പിക്കാമോ, എങ്കിലും നീ ഒരു മോൺസ്റ്റർ ആവത്തുള്ളൂ എന്ന് പറയാണ്. ഫ്രാങ്കി ഇവൻ എങ്ങനെയാണ് ആൾക്കാരെ പേടിപ്പിക്കേണ്ടതെന്ന് കാണിച്ചു കൊടുക്കുമ്പോൾ ഫ്രാങ്കിയെ കണ്ട ആൾക്കാർ ഹായ് എന്തൊരു ഭംഗിയാ എന്ന് പറയാണ്. നമ്മുടെ ഡെന്നീസ് അവരെ പേടിപ്പിക്കാൻ ശ്രമിച്ചിട്ടും ഇത് തന്നെ ഉണ്ടാവുകയാണ്. അങ്ങനെ ഇവന് അത് സാധിച്ചില്ല. ഇവന് കൊമ്പം പല്ല് പോലും ഇല്ല. ഡ്രാക്കുളകളുടെ പ്രധാനമായിട്ടുള്ള ഈ മൈൻഡ് റീഡിങ്, ഹിപ്നോട്ടൈസിങ് ഒരു ടെക്നിക്കും ഇവനറിയത്തില്ല. അപ്പോൾ നമ്മുടെ ഡ്രാക്കോ പറക്കാൻ പഠിച്ചത് ഒരു സമ്മർ ക്യാമ്പിൽ പോയിട്ടാണെന്ന് പറഞ്ഞല്ലോ. അതേ സമ്മർ ക്യാമ്പിൽ പോയിട്ട് കൊച്ചിന് അവൻ്റെ ഉള്ളിലുള്ള കഴിവ് പുറത്ത് കാണിച്ചു കൊടുക്കാം എന്ന മട്ടിൽ നമ്മുടെ ഡ്രാക്കോ തീരുമാനിച്ചിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് നമ്മുടെ വെയിനെ കൊണ്ട് വേട്ടയാടുന്നത് എങ്ങനെയാണെന്നും ഇവനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ മേവിസും ജൊണാഥനും കൂടെ ഇപ്പോൾ ഒരു ഹൈപ്പർ മാർക്കറ്റിലോട്ട് വന്നിരിക്കുകയാണ്. മേവിസിന് ഇതൊക്കെ ഫസ്റ്റ് ടൈം ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയതുകൊണ്ട് അവൾ എല്ലാ സാധനങ്ങളും എടുത്ത് കഴിക്കുകയും കുടിക്കുകയും ഒക്കെ ചെയ്ത് വളരെയധികം ഹാപ്പി ആയിരിക്കുന്നത് കാണുന്നുണ്ട്. ജൊണാഥന് ഭയങ്കര സന്തോഷവും തോന്നുകയാണ്. ഇവിടെ നമ്മുടെ ഡ്രാക്കോവും കൂട്ടരും ഇപ്പോൾ ആ ഒരു സമ്മർ ക്യാമ്പിലേക്ക് എത്തുകയാണ്. ആ സമയത്ത് നമ്മുടെ ഡ്രാക്കോ ഈ ഡെന്നീസിന് വേണ്ടി കുറച്ചധികം ടിപ്സും ട്രിക്സും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് മനുഷ്യന്മാരോട് മോൺസ്റ്റേഴ്സ് എങ്ങനെ പെരുമാറണം, മുൻപ് എങ്ങനെയായിരുന്നു പെരുമാറിയിരുന്നത്, അതിനെ പറ്റിയിട്ടൊക്കെ. ഇവിടെ നമ്മുടെ മേവിസും ജൊണാഥനും കൂടെ പിള്ളേരിങ്ങനെ സ്കേറ്റ് ചെയ്ത് കളിക്കുന്ന, സൈക്ലിംഗ് ചെയ്ത് കളിക്കുന്ന ഒരു സ്ഥലത്തോട്ട് വരികയാണ്. അപ്പോൾ മേവിസിന് അത് കളിക്കണം. അപ്പോൾ ജൊണാഥനോട് പറഞ്ഞപ്പോൾ അവനും ഓക്കെയാണ്. ഇവർ രണ്ടുപേരും ചേർന്ന് കളിക്കാൻ തുടങ്ങി. മേവിസ് സംഭവം ഒരു വാമ്പയർ ആയതുകൊണ്ട് തന്നെ അവൾ നല്ല അടിപൊളിയായിട്ട് കളിക്കുകയും ചെയ്യുന്നുണ്ട്. പിള്ളേർക്കൊക്കെ അവൾ ഒത്തിരി ഇഷ്ടമാവുകയും ചെയ്യാണ്. ഇത്രയൊക്കെ ആകുമ്പോഴത്തേനും മേവിസിനെ ഡെന്നീസിനെ അങ്ങോട്ട് കൊണ്ടുവരണം, അങ്ങനത്തെ ഒരു മൈൻഡാണ്. ഇപ്പോൾ നമ്മുടെ ഡ്രാക്കോവും ഡെന്നീസും കൂട്ടുകാരും എല്ലാവരും കൂടെ ആ ഒരു സമ്മർ ക്യാമ്പിൽ എത്തുന്നതിൻ്റെ തൊട്ട് മുൻപ് മേവിസ് ഇവിടോട്ട് വീഡിയോ കോൾ ചെയ്യാണ്. ഡെന്നീസ് എവിടെ അച്ഛാന്ന് ചോദിച്ചിട്ട്. അപ്പോൾ മറച്ചു പിടിക്കണമല്ലോ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ, അവൻ ഉറങ്ങി കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഡ്രാക്കോ ചുമ്മാ നമ്മുടെ മേവിസിനെ പറ്റിച്ചു. ഓ, അവൻ ഇത്ര നേരത്തെ ഉറങ്ങിയോ എന്നൊക്കെ ചോദിച്ച് മേവിസ് ഫോണും കട്ട് ചെയ്തു. ഇവരിപ്പോൾ ഇതേ സമ്മർ ക്യാമ്പിലേക്ക് എത്താനുള്ള സമയമായിരിക്കുകയാണ്. വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നമ്മുടെ ഡ്രാക്കോ ഡെന്നീസിനെ കൊണ്ട് അവിടോട്ട് പോകുന്നത്. മുത്തശ്ശൻ്റെ പല്ല് മുളയ്ക്കാൻ ഇച്ചിരി ലേറ്റ് ആയിരുന്നു. അത് കൂട്ട മോനും കഴിവുകൾ തിരിച്ചറിയാൻ ഇച്ചിരി ലേറ്റ് ആവും. പക്ഷെ അതൊന്നും പേടിക്കേണ്ട, മോൻ നല്ലൊരു മോൺസ്റ്ററായി തീരും, എന്നെക്കാൾ നല്ലൊരു വാമ്പയർ ആയി തീരും എന്നൊക്കെ ഡ്രാക്കോ പറയുന്നുണ്ട്. കാത്തിരുന്ന് അവസാനം സമ്മർ ക്യാമ്പിലെത്തി. പക്ഷേ ഡ്രാക്കോടെ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നതുപോലെ ടഫായിട്ടല്ല ഇവിടെ ടാസ്കുകളൊക്കെ ചെയ്യുന്നത്. കുട്ടികളുടെ സുരക്ഷ മുന്നിൽ കണ്ട് വളരെ ഈസി ആയിട്ടാണ് ഓരോ ടാസ്കുകൾ ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ടാസ്കുകൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡെന്നീസിന് അവൻ്റെ കഴിവ് പുറത്തെടുക്കാൻ സാധിക്കത്തില്ല എന്ന് നമ്മുടെ ഡ്രാക്കോവിന് തോന്നുകയാണ്. ഇന്നേരം നമ്മുടെ മേവിസും ജൊണാഥനും അവൻ്റെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. മേവിസ് ഒരു വാമ്പയർ ആയതുകൊണ്ട് തന്നെ അവളെ കൂടുതൽ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇവരുടെ വീട് ഫുള്ള് നമ്മുടെ ജോണിയുടെ പാരൻസ് ഒരു സ്പൂക്കി ടച്ചിൽ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇത് കാണുമ്പോൾ നമ്മുടെ മേവിസിന് ഭയങ്കരമായിട്ടൊരു ഓക്വേർഡ് ഫീൽ വരുന്നുണ്ട്. അവള് ഇവിടെ ഒരു സ്ട്രേഞ്ചർ വന്നതാണ് എന്ന മട്ടിൽ. ഇന്നേരം നമ്മുടെ ഡ്രാക്കോൻ്റെ ആ ഒരു സമ്മർ ക്യാമ്പിൽ എല്ലാവരും കൂടെ ഇരുന്ന് തീ കാഞ്ഞ് പാട്ടൊക്കെ പാടുമ്പോൾ ഡ്രാക്കോൻ്റെ മനസ്സിൽ ഡെന്നീസിനെ എങ്ങനെയാണ് ഇത് പഠിപ്പിക്കണം എന്നായിരുന്നു. അവനെ പറക്കാൻ പഠിപ്പിച്ചത് വലിയൊരു മലയുടെ മുകളിൽ പോയിട്ട് താഴേക്ക് ഇട്ടിട്ടായിരുന്നു. ഇത് ഓർക്കുന്ന നമ്മുടെ ഡ്രാക്കോ ഇതേ മലയുടെ മുകളിൽ കയറിയിട്ട് നമ്മുടെ ഡെന്നീസിനെ താഴേക്കിട്ട് അവനിപ്പോൾ പറക്കും, അവനൊരു വാമ്പയർ ആവും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവൻ ശരിക്കും താഴെ വീഴാൻ പോകുന്ന സമയത്ത് ഡ്രാക്കോ തന്നെ അവനെ ഒന്ന് രക്ഷപ്പെടുത്തേണ്ടി വരുന്നുണ്ട്. കറക്റ്റ് അന്നേരം അവിടെ ഉണ്ടായിരുന്ന കുട്ടികൾ
കുട്ടികൾ ഇത് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ഡ്രാക്കുവിന് അവിടുത്തെ നടത്തിപ്പുകാരൻ്റെ അടുത്ത് നിന്ന് വഴക്കും കേൾക്കാണ്. കുട്ടികളിൽ ആരോ ഒരാൾ ഈ വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തു. അത് പെട്ടെന്ന് അങ്ങ് കയറി വൈറലാകുവാണ്. ഇതൊന്നും അറിയാതെ നമ്മുടെ ഡ്രാക്കോ ഡെന്നീസിനെ വീണ്ടും പരിശീലിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ ഒരു ടവർ പൊളിഞ്ഞു വീണ് ആ ഒരു സമ്മർ ക്യാമ്പ് മുഴുവനായി ഇപ്പോൾ കത്തി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് നമ്മുടെ മേവിസും ജോണിയും കൂടെ, മേവിസ് അവളുടെ സങ്കടം പറയാണ്, ഞാനൊരു സ്ട്രേഞ്ചർ ആയ പോലെ ഉണ്ടെന്നൊക്കെ. അപ്പോഴാണ് യൂട്യൂബിൽ നിന്ന് ഈ ഒരു വീഡിയോ കാണുന്നത്. ഉടനെ തന്നെ അവള് നമ്മുടെ ഡ്രാക്കോവിന് വീഡിയോ കോൾ ചെയ്യാണ്. എവിടാണ് എൻ്റെ കുഞ്ഞ്, നിങ്ങൾ എവിടാണെന്നൊക്കെ ചോദിച്ചിട്ട്. എന്നിട്ട് എനിക്ക് നിങ്ങളെ വിശ്വാസമില്ല, ഞാൻ ഇപ്പം തന്നെ അങ്ങോട്ട് വരാൻ പോകുക എന്നും പറഞ്ഞ് മേവിസ് ഫോൺ കട്ട് ചെയ്തു. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് തിരികെ കൊട്ടാരത്തിലേക്ക്, കൊട്ടാരം ഉദ്ദേശിച്ചത് നമ്മുടെ ഹോട്ടലിലോട്ട് എത്തേണ്ടതായിട്ടുണ്ട്. ജെല്ലിയുടെ പുറത്ത് കയറിയിട്ടാണ് ഇവരിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. പുഴുവിനേക്കാൾ സ്പീഡിൽ പോകുമെന്ന് തോന്നുന്നത്. മേവിസും ജോണി ആവട്ടെ ഇപ്പോൾ ഫ്ലൈറ്റ് എടുക്കാൻ നോക്കുകയാണ്. പക്ഷേ ഫ്ലൈറ്റ് ഒന്നും കറക്റ്റ് സമയത്ത് ഇല്ലാത്തതുകൊണ്ട് അവൾ പറക്കാൻ തുടങ്ങി. മേവിസ് അങ്ങനെ പറവയായിട്ട് വവ്വാലായിട്ട് ജോണിയും കൂട്ടിയെടുത്തോണ്ട് വരികയാണ്. അപ്പോൾ ഈ വിവരം നമ്മുടെ ഡ്രാക്കുവിനോട് ജോണി അറിയിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ജെല്ലിയുടെ ഉള്ളിൽ കാറ്റൊക്കെ വീർപ്പിച്ചൊരു ബലൂൺ കണക്ക് ഇപ്പോൾ ഹോട്ടൽ ട്രാൻസിൽവാനിയയുടെ ഫ്രണ്ടിൽ പോയിട്ട് ഇവരങ്ങ് പാർക്ക് ചെയ്തതും കൺമുന്നിലായിട്ട് നമ്മുടെ മേവിസും പറന്നിറങ്ങിയിരിക്കുകയാണ്. ഒരു ഇച്ചിരി നേരം അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയിരുന്നില്ല, ഇപ്പം കാണായിരുന്നു കാര്യങ്ങൾ. അങ്ങനെ നമ്മുടെ മേവിസ് ഡ്രാക്കോനെ ഒന്ന് ഒഴിഞ്ഞൊന്ന് നോക്കുന്നുണ്ട്. ശേഷം നമ്മുടെ ഡെന്നീസിൻ്റെ അടുത്തേക്ക് പോവാണ്. അവന് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ലല്ലോ എന്നൊക്കെ ഓർത്തിട്ട്. ഡെന്നീസ് ആണെങ്കിൽ പതിവിനേക്കാൾ കൂടുതൽ ഹാപ്പിയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അങ്ങനെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം, ഇവിടുത്തെ ജീവിതം അത്ര ശരിയല്ല എന്ന് പറഞ്ഞ് മേവിസ് ഡെന്നീസിനെ അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പാക്ക് ചെയ്ത് ഇവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ ഡെന്നീസ് പറഞ്ഞു, അമ്മേ എനിക്കിങ്ങനെ മോൺസ്റ്റർ ആവാനാണ് ഇഷ്ടം എന്ന് പറയാണ്. പക്ഷെ അത് നമ്മുടെ മേവിസ് അത്ര വലിയ കാര്യമൊന്നും ആക്കിയില്ല. ആ സമയത്ത് ഇവൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ കഴിഞ്ഞിട്ടാണ് മേവിസ് തിരികെ പോകാൻ ഓർത്തത്. ജോണിയുടെ പാരൻസിനെയും അതുപോലെ തന്നെ ഡ്രാക്കോവിൻ്റെ അച്ഛനെയും നമ്മുടെ മേവിസ് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ഗ്രാൻഡ് പേ ക്ഷണിച്ചാരും മേവിസ് ആരോടും പറഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല. ഗ്രാൻഡ് പേക്കാവട്ടെ ഇവളൊരു മനുഷ്യനെയാണ് വിവാഹം കഴിച്ചതെന്നും ഇവൾക്കുണ്ടായതൊരു മനുഷ്യക്കുട്ടിയാണെന്നും അറിയത്തില്ല. അങ്ങനെ ഗ്രാൻഡ് പ അപ്പൂപ്പനാവട്ടെ പുള്ളിയുടെ സെർവൻസിൻ്റെ ഒക്കെ കൂടെ, സെർവൻസ് ആയ കുറച്ച് കാട്ടാളന്മാരുണ്ടായിരുന്നു, അവരുടെ ഒക്കെ കൂടെ ഈ പാർട്ടിക്ക് അറ്റൻഡ് ചെയ്യാൻ വരുന്നുണ്ട്. അന്നേരം നമ്മുടെ ഡ്രാക്കോ ജോണിയോട് മേവിസ് ഇപ്പം ചെയ്തത് ഒരു അബദ്ധമാണെന്നും എൻ്റെ അച്ഛൻ മനുഷ്യരെ കണ്ടാൽ തിന്നുമെന്നും നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു വേഷമൊക്കെ കെട്ടി നിൽക്കണമെന്നും പറയാണ്. അത് കേൾക്കുന്ന ജൊനാഥൻ, നമുക്ക് ഓക്കെ ഈ പാർട്ടിയിൽ അടിപൊളിയാക്കണമെങ്കിൽ നമുക്ക് സ്പൂക്കി ഡ്രസ്സ് ചെയ്യണമെന്നും പറഞ്ഞിട്ട് അവൻ്റെ വീട്ടുകാരെ കൊണ്ട് ഈ ഡ്രസ്സെല്ലാം ചെയ്യിപ്പിക്കുന്നുണ്ട്. അധികം താമസിയാതെ നമ്മുടെ ഡ്രാക്കോവിൻ്റെ അപ്പൻ ബ്ലാഡ് അവിടേക്ക് എത്തിച്ചേരാണ്. പുള്ളിയുടെ സർവൻറ്റ് ബേല വെളിയിൽ നിൽക്കുന്നുണ്ട്. നമ്മുടെ ജോണിയെ ഒരു വാമ്പയറായി തന്നെയാണ് നമ്മുടെ ഡ്രാക്കോ വേഷം കെട്ടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവനാണെങ്കിൽ അങ്ങനത്തെ ചിന്തയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഡെന്നീസിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പിങ് പോങ് ക്യാരക്ടർ അവതരിപ്പിക്കുന്ന ഒരു മനുഷ്യൻ, അയാളെ കൂടെ വിളിച്ചു വരുത്തി ഇവിടുത്തെ പ്രോഗ്രാം എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി വിചാരിച്ചിരുന്നു ജൊനാഥൻ. അന്നേരം അയാൾ വരുന്നുണ്ട്. അപ്പം തന്നെയാണ് വ്ലാഡും വരുന്നത്. അപ്പോൾ ഇയാൾ നമ്മുടെ ഈ ജോണീനെ കുറിച്ചിട്ടോ ഡെന്നീസിനെ കുറിച്ചിട്ടോ ഒന്നും അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഡ്രാക്കോ കുറച്ചധികം വേർത്തിട്ടാണെങ്കിലും കുഴപ്പമില്ല, ഇവർ മനുഷ്യരല്ല എന്ന മട്ടിൽ വ്ലാഡിനോട് പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷേ ഡെന്നീസിന് ഏറ്റവും ഫേവറേറ്റ് ആയ പിങ് പോങ് കളിക്കാൻ വന്നയാൾ അയാളൊരു മോൺസ്റ്ററിൻ്റെ വേഷം കെട്ടിയിരിക്കുകയാണെങ്കിലും അയാളിൽ നിന്നൊരു മനുഷ്യൻ്റെ മണം അടിച്ചത് കൊണ്ടാണോ നമ്മുടെ വ്ലാഡ് ആവട്ടെ പുള്ളിയെ സ്റ്റേജിൽ വെച്ച് കുറച്ചധികം സ്പൂക്കി ടച്ചുള്ള ഒരു മോൺസ്റ്ററാക്കി മാറ്റുകയാണ്. മോൺസ്റ്റേഴ്സ് കുട്ടികൾ അവരുടെ സ്വന്തമായിട്ടുള്ള വ്യക്തിത്വം തിരിച്ചറിയണമെങ്കിൽ അവർ അത്രമേൽ പേടിക്കണം എന്ന് പറയപ്പെടും. അപ്പോൾ ഈ മോൺസ്റ്ററിനെ കാട്ടി ഡെന്നീസിനെ പേടിപ്പിച്ച് അവൻ്റെ ഉള്ളിലെ മോൺസ്റ്റർ ഈ രൂപം പുറത്തോട്ട് വരുത്തിപ്പിക്കാൻ വേണ്ടിയാണ് വ്ലാഡ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിനിടയ്ക്ക് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുറേ പേര് മനുഷ്യരാണെന്ന് തിരിച്ചറിഞ്ഞു. എന്നാൽ നമ്മുടെ വ്ലാഡ് അവരെ ഉപദ്രവിക്കുന്നില്ലെങ്കിലും ഇവിടെയുള്ള മനുഷ്യന്മാരെ തിന്നാൻ കൊള്ളാമായിരുന്നു എന്ന് വ്ലാഡിൻ്റെ സർവൻ്റായ ബേലയ്ക്കുണ്ടായിരുന്നു. ഈ സമയം തൻ്റെ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് കരുതി ഡെന്നീസ് അവൻ്റെ ഫ്രണ്ടായിട്ടുള്ള വിന്നിയുടെ കൂടെ വെളിയിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാട്ടിൽ ഒരു ട്രീ ഹൗസിലിരുന്ന് അവർ ഒന്നിച്ചിങ്ങനെ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ബേല എന്തായാലും ഡെന്നീസ് ഒരു മനുഷ്യനല്ലേ എന്നും പറഞ്ഞ് അവനെ തിന്നാൻ വരുന്നത്. ഇവിടെ ആവട്ടെ ഡെന്നീസിനെ കാണാൻ എല്ലാവരും അന്വേഷിച്ച് നടക്കുകയാണ്. വ്ലാഡിന്, അതായത് അപ്പൂപ്പന് ഏകദേശം കാര്യം മനസ്സിലായി. ഉടനെ തന്നെ അപ്പൂപ്പൻ ഡ്രാക്കുനെയും കൂട്ടരെയും കൂട്ടിക്കൊണ്ട് ഇപ്പോൾ കാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ഈ ബേല
വിന്നിയെ ഉപദ്രവിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവൻ്റെ ആവശ്യമായതുകൊണ്ട് ഡെന്നീസിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു മോൺസ്റ്റർ മൈൻഡ് പുറത്തോട്ട് വരികയാണ്. അവൻ ആദ്യമായിട്ട് ദേ പറക്കുന്ന വവ്വാലായിട്ട് മാറി. അങ്ങനെ അപ്പോഴേക്ക് ഡ്രാക്കോവും കൂട്ടരും ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. എല്ലാവരും കൂടെ നമ്മുടെ ബേലക്കിട്ട് നല്ല ഇടിയൊക്കെ കൊടുക്കുകയാണ്. അവരെ എല്ലാവരും ഇവിടെ നിന്ന് പോയി. ശേഷം നമ്മുടെ വ്ലാഡ് അപ്പൂപ്പനോട്, അപ്പൂപ്പ ദേ നമ്മുടെ കൊച്ചുമകനും മോൺസ്റ്റർ തന്നെയാണ് എന്ന് നമ്മുടെ ഡ്രാക്കു പറയുമ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് സന്തോഷം വരികയാണ്. അങ്ങനെ എല്ലാവരും കൂടെ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇപ്പം നമ്മുടെ 3 വാമ്പയേഴ്സ് മേവിസും ഡെന്നീസും ഡ്രാക്കോവും ഭയങ്കര ഹാപ്പി ടച്ചിലിരിക്കുകയാണ്. ഇനി അവനെയും കൊണ്ട് വേറൊരു സ്ഥലത്തോട്ട് മാറി താമസിക്കേണ്ട കാര്യമില്ല എന്ന് നമ്മുടെ മേവിസിന് മനസ്സിലാവുകയും ചെയ്തു. എന്തായാലും ഇപ്പം നമ്മുടെ ബേലെ അവർ ഒരു ഇച്ചിരി പോന്ന വിരലിനോളം ചെറുതാക്കിയത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കളിക്കാനായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ നമ്മുടെ ഡെന്നീസിൻ്റെ ഈ ഒരു ബർത്ത്ഡേ പാർട്ടി പതിവിലധികം ഹാപ്പി ആയിട്ട് ഇവർ ആഘോഷിക്കുന്നതും മനുഷ്യന്മാർ അത്രയ്ക്കങ്ങ് മോശക്കാരല്ല എന്നുള്ള കാര്യം ഡ്രാക്കോവിൻ്റെ അച്ഛൻ മനസ്സിലാക്കുന്നതുമായ ഒരു സീനോട് കൂടിയിട്ടാണ് 2015 പുറത്തിറങ്ങിയ ഹോട്ടൽ ട്രാൻസിൽവാനിയ എന്ന ഈ ഒരു മൂവിയുടെ സെക്കൻഡ് മൂവി അവസാനിക്കുന്നത്. കൂട്ടുകാർക്ക് ഇന്നത്തെ സിനിമ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനബിൾ ചെയ്യുക കേട്ടോ. വീഡിയോയെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക. പിന്നെന്താ, ബർത്ത്ഡേ വിഷസുകളുടെ കാര്യം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ പുതിയതായി വരുന്ന കൂട്ടുകാർക്ക് അറിയുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ ഒന്നുകൂടെ പറയാം കേട്ടോ. നമ്മുടെ ചാനലിലൂടെ കൂട്ടുകാർക്ക് ബർത്ത്ഡേ വിഷസ് ചെയ്യണം, ഹായ് നിങ്ങളുടെ പേരുകൾക്ക് ഹായ് പറയണം, അങ്ങനെയൊക്കെയുള്ളവരുണ്ടെങ്കിൽ ബർത്ത്ഡേ വിഷസുകൾ അറിയിക്കുന്നവർ ശ്രദ്ധിക്കുക. ബർത്ത്ഡേയുടെ 1 വീക്ക് മുൻപെങ്കിലും ബർത്ത്ഡേ എന്നാണെന്നും ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആളുടെ പേരെന്താണെന്നും കമൻസായി പറയാം കേട്ടോ. എങ്കിൽ മാത്രമാണ് നിങ്ങൾ പറയുന്ന ബർത്ത്ഡേക്ക് നമുക്ക് വീഡിയോയിൽ ഈ ഒരു വിഷ് ആഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാമേ. അതുവരേക്ക് സേഫായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റാ, ബൈ.